അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ ഇത് ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ മധുരമുള്ള ഫില്ലിംഗ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ചില സ്ഥലത്ത് ഇതിനെ കോയിയട എന്ന് പറയും, പിരിയട എന്ന് പറയും. അതുപോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ അത് ചെമ്മീൻ്റെ മസാല വെച്ചിട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഈ ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ 1-2 വീഡിയോസ് ലൈറ്റ് കുറച്ച് കുറവാണ്, ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം ചെമ്മീൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണെങ്കിൽ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വലിയ പീസാണെങ്കിൽ മസാലയിൽ ഒരുപാട് ഇത് കടിക്കും. അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം ഈ ചെമ്മീൻ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെമ്മീനകത്ത് തന്നെ കുറച്ച് വെള്ളം വരും. അതിൽ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജീരകമൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിൻ്റെ മസാലയ്ക്ക് ഉണ്ടാവുക. ഇത് ശരിക്കും ചെറിയ ചെമ്മീൻ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ മസാലയിൽ കുറച്ച് നേരം ഇട്ട് വേവിക്കുന്നുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെമ്മീനിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലും നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്ത് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ. ഇനി നമുക്ക് ഇതിന് ചെറിയ ബോൾസ് എടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് വേണം പരത്താനായിട്ട്, എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ.
ഇനി നമുക്ക് ഒരു അടപ്പോ എന്തെങ്കിലും ഒരു കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് മസാല ഫില്ല് ചെയ്യാം. ജസ്റ്റ് 1 ടീസ്പൂൺ മസാല മതിയാവും, ഒരുപാട് വേണ്ട. എന്നിട്ട് 2 സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തുറന്നു വരും. അതുകൊണ്ടാണ് നല്ല പോലെ ഒട്ടിക്കാൻ പറയുന്നത്. ഇനി നമ്മളിത് കൈ വെച്ചൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിരിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഫോർക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അറ്റത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം അവിടെ മടക്കുക, വീണ്ടും പ്രസ് ചെയ്യുക, മടക്കുക. ഫുള്ളായിട്ട് അതുപോലെ ചെയ്യുക, പ്രസ് ചെയ്യുക, മടക്കുക. ഇതുപോലെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്. 1-2 തവണ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. ഇതിനെയാണ് ഞങ്ങൾ പിരിയട എന്ന് പറയുന്നത്. തേങ്ങാ ഫില്ലിങ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. ചിക്കൻ വെച്ച് ചെയ്യുമ്പോൾ കോഴിയട എന്ന് പറയും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ ചെയ്തെടുക്കാം. എല്ലാത്തിനകത്തും ഓരോ ടീസ്പൂൺ മസാല ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അതിന് ശേഷം പിരിച്ചെടുക്കുക. കോഴിയട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് കാണാൻ ഈ രീതിയിലായതുകൊണ്ടാണ് കോഴിയട എന്ന് പറയുന്നത്. ഇതുപോലെ പിരിച്ചെടുക്കുക, പ്രസ് ചെയ്തൊന്ന് ഇതുപോലെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. കണ്ടോ, പിരിച്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇല്ല ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കളർ വയ്ക്കും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇതിൽ ഓയിലൊന്നും അധികം കുടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ സ്നാക്ക് എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് നല്ല നല്ല വെറൈറ്റി സ്നാക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ലൈറ്റിങ്ങിന് കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞാലേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീടിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് വെറൈറ്റി സ്നാക്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.